ഇന്നൊരു കല്യാണത്തിന് പോയി, ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. ഇത് പെണ്ണ് നമ്മുടെ മണ്ഡപത്തിലേക്ക് വരുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. മിക്കവാറും ഉള്ള കല്യാണത്തിനെല്ലാം ഇങ്ങനെ കാണും. അതിൻ്റെ കൂടെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ അകത്തും പാട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരും എന്നുള്ള ഒരു ഇതുകൊണ്ട് പാട്ടങ്ങ് മാറ്റിയതാണ്. ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. നമ്മുടെ ഒരു സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസത്തിൻ്റെ ആ ഒരു ഇതിൽ ഈ രീതിയിലൊക്കെ വരുന്ന കാണുമ്പോൾ കാണുന്നവർക്കും ഒരു സന്തോഷം. ഈ വരുന്നതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്, നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുമായിരുന്നു. കണ്ടോ, അങ്ങ് എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ പൂത്തിരി കത്തിക്കുന്ന ആ ഒരു ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കൊണ്ടുപോകുന്ന അവിടെ വരെ ഉള്ളായിരുന്നു. സാധാരണ ഞാൻ പണ്ട് ഉള്ള ഒരു കല്യാണത്തിനൊക്കെയെന്ന് വെച്ചാൽ ഈ താലപ്പൊലിയായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു ഇതും കുട്ടികളുടെ താലപ്പൊലിയൊക്കെയാണ്. ഇപ്പോൾ ഉള്ള കല്യാണത്തിനൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് പെണ്ണിങ്ങനെ വന്നിട്ട് പിന്നെ താലപ്പൊലി എടുത്തുകൊണ്ട് ആ മണ്ഡപത്തിൻ്റെ ചുറ്റും വലം വെച്ച് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മിക്കവാറുള്ള കല്യാണത്തിനൊക്കെ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇവിടെയും അങ്ങനെ സ്റ്റേജിൽ വന്നതിന് ശേഷം പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ താലപ്പൊലി എടുത്തുകൊണ്ട് വന്ന് അതിന് ചുറ്റും ഒന്ന് വരികയും പിന്നെ അവിടെ വന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ടിലോട്ട് നിന്ന് തൊഴുന്നതുമൊക്കെ. ഇപ്പോൾ ഉള്ള എല്ലാ കല്യാണത്തിനും പാട്ടും ഡാൻസും ഒക്കെ ഒരു സർവ്വസാധാരണമായ അത് കല്യാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാറിയിട്ടുണ്ട്. താലി കെട്ടുന്ന സമയമാണ് കേട്ടോ. ഈ സമയമാകുമ്പോൾ മിക്കവാറും ഉള്ളിടത്തെല്ലാം ഈ ഫ്രണ്ടിൽ ക്യാമറമാന്മാർ കയറി നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ആ ഒരു താലി കെട്ടുന്ന സമയത്ത് നമ്മൾ ഒഴിഞ്ഞൊക്കെ നിൽക്കുകയും ആ ഒരു താമസിക്കുന്നൊക്കെ തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷനാണ്. അത് കഴിഞ്ഞ് സദ്യ, നല്ല അടിപൊളി ഊണൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണമായിരുന്നു, സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആ കടയിൽ പോയപ്പോൾ കണ്ടതാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള വെറൈറ്റി വാട്ടർ ബോട്ടിലുകൾ മാത്രമല്ല, ബാഗുകളും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബാഗുകൾ, ചെരുപ്പുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ കടയിലുണ്ട് കേട്ടോ. ഇതൊരു വലിയ കടയാണ്, റിയൽ ബസാർ എന്ന് പറഞ്ഞ് പുനലൂരിലുള്ള ഒരു കടയാണ് കേട്ടോ. 5 ബുക്ക് മേടിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് 6 ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ 5 ബുക്കിൻ്റെ വില കൊടുത്താൽ മതി. അപ്പം നമുക്കൊരു 11 ബുക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരിയും ബുക്കൊക്കെ നമുക്ക് വേണമല്ലോ, അന്നേരം നമുക്ക് ലാഭമായിട്ട് മേടിക്കാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. അത് സാധാരണ ടൈപ്പ് ബുക്കാണ് അങ്ങനെ കിട്ടുന്നത്. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ബുക്കൊക്കെ ഉണ്ട്. അത് 2 ലൈൻ 4 ലൈനൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ചെക്ക് ബുക്കൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ 3 ബുക്ക് മേടിക്കുമ്പോൾ നമുക്ക് 1 ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഇവിടെ. ഇഷ്ടംപോലെ ബാഗുകളും തൊപ്പികളും കപ്പുകളും, അത് നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യമായ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ മേടിക്കണോ എന്നുള്ളൊരു നമുക്ക് ആഗ്രഹം തോന്നി ഇതൊക്കെ മേടിക്കാൻ. പക്ഷേ എല്ലാം കൂടെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു സാധനത്തിന് വേണ്ടി ഇവിടെ ചെന്നാൽ നമുക്ക് ആ ഒരു സാധനത്തിൻ്റെ ഒരുപാട് വെറൈറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ, നമ്മുടെ ഹോം അപ്ലയൻസ് ആയാലും നമ്മുടെ ചെരുപ്പ്, ബാഗ്, കുട, അങ്ങനെയൊക്കെ. കുടയൊക്കെ 239 രൂപയ്ക്ക് കിട്ടും കേട്ടോ. ഫോട്ടോ ഫ്രെയിമൊക്കെ 100 രൂപ 120 രൂപയൊക്കെ ആ റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെരുപ്പിൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ, നല്ല രസമുണ്ട് എല്ലാം കാണാനൊക്കെ. ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതൊക്കെയാണെങ്കിൽ പിന്നെ വേറൊരു വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര ക്ഷീണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് മൾബറി എടുത്തൊന്ന് ജ്യൂസാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. നല്ല തണുത്തിരിക്കുമായിരുന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിൻ്റെ ഒരു ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്തു. ഈ മൾബറി അടിച്ചെടുക്കുമ്പം അതിൻ്റെ അകത്തൊരു തരിതരിയായിട്ട് അതിൻ്റെ ഒരു കുരു കാണും. അതുകൊണ്ട് നമ്മളത് അരിച്ചെടുത്തിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അത് അരിച്ചെടുത്ത് അതിന് ശേഷമാണ് കുടിച്ചത്. അതിനകത്ത് ഒരു 2-3 ഐസ് ക്യൂബൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും ഒരു നല്ല തണുപ്പ്, നല്ല വെയിലായിരുന്നു ഞാൻ പോയിട്ട് വന്നപ്പോൾ. അപ്പം നല്ല ക്ഷീണിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് വെള്ളം കുടിച്ചു, ഒന്ന് ഫ്രഷായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നല്ല ഒരു മൾബറി ജ്യൂസായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.